നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ വിശദമായി തന്നെ അറിയാം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ ആർക്കും ഒരു ദോഷം ചെയ്യാത്ത വ്യക്തികൾ തന്നെയാണ് എന്ന് പറയാം. അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല നിങ്ങൾ. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലവിധ ദൈവികമായ സൂചനകളും നിങ്ങൾക്കുണ്ടാകുന്നതുമാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത്തരത്തിൽ ചില സൂചനകൾ തന്നെയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം പരുന്താണ്, രണ്ടാമത്തേതായ ചിത്രം മൂങ്ങയാണ്. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. അതുപോലെ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ ചിത്രങ്ങൾ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് വാസ്തവം. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നു എന്ന സൂചന തന്നെയാണ് ഈ അധ്യായത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. ഏവരും ഒരു നിമിഷം ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കുക എന്നുള്ളതാണ്. മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് എങ്കിൽ ആഗ്രഹം അല്ലെങ്കിൽ മനസ്സിലെ പ്രശ്നമാണ് എങ്കിലും മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു ആകർഷണം തോന്നാവുന്ന ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആ പക്ഷി നിങ്ങളുടെ ജീവിതത്തിലെ ചില സൂചനകൾ തന്നെയാണ് എന്ന് പരാമർശിക്കാം. അപ്പോൾ ഏവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് മുൻപ് പരാമർശിച്ച പോലെ ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. അപ്പോൾ ആദ്യത്തെ ചിത്രമായ പരുന്തിനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം സഹനശക്തിയുള്ള വ്യക്തികളായി തന്നെ നിസ്സംശയം പറയാം. സഹനശക്തി കൂടുതലുള്ള വ്യക്തികളാണ്. പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇപ്രകാരം പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ പല വിധത്തിലുള്ള നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോന്നിട്ടുള്ളവരും പലവിധ ത്യാഗങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള വ്യക്തികൾ കൂടിയാണ്. പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സഹിക്കാൻ ശേഷിയുണ്ട് എങ്കിലും പലപ്പോഴും മനസ്സിൽ അത്രമേൽ തകർന്നു പോകുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് പ്രകടമാകുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ പലപ്പോഴും വിരളമായി സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പലപ്പോഴും പല കാര്യങ്ങളും ജീവിതത്തിൽ തുടരുന്നതായ സാഹചര്യമുണ്ട്. അത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വളരെ കൂടുതലാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല വിധത്തിലും വീഴ്ചകൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. എന്നാൽ അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും തകർന്നു പോയി എന്ന് പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകുന്ന ഒരു സാഹചര്യം തന്നെ ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. അത്തരത്തിലൊരു കഴിവ് നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ട്. അത് അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റു വ്യക്തികൾ പലപ്പോഴും പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോൾ അവർക്ക് അത്ര കാലം പിടിച്ചു നിൽക്കുവാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പലപ്പോഴും താഴ്ന്നു പോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്.
തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സഹനശക്തി വളരെ കൂടുതലുള്ള വ്യക്തികൾ തന്നെയാണ് എന്ന് പറയാം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെയധികം നഷ്ടങ്ങൾ സംഭവിക്കുകയോ നഷ്ടപ്പെട്ട് പോയിട്ടുള്ളവരാണ്. എന്നാൽ അത് പോരാടി പിടിച്ചെടുക്കുവാൻ തീർച്ചയായും നിങ്ങൾക്ക് കാണുവാൻ അത്തരത്തിൽ സാധ്യമാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അതായത് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ അതിനി നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട് എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നും പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരോട് തീർച്ചയായും ആത്മാർത്ഥതയോടെ പെരുമാറും. എന്നാൽ പലരും തിരിച്ച് ഇപ്രകാരം ആത്മാർത്ഥതയോടെ പെരുമാറാത്ത സാഹചര്യമുണ്ട്. പല രീതിയിലും വിപരീതമായ പ്രവൃത്തികൾ അവരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നത് വളരെ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് താങ്ങുവാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രവൃത്തികൾ പലതും മറ്റുള്ളവർക്ക്, അതായത് മറ്റുള്ളവരുടെ പല പ്രവൃത്തികളും നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് ഇടവന്നിട്ടുണ്ട് എന്ന് കാണുന്നു. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് എടുത്തു പറയുവാൻ സാധിക്കുന്ന ഒരു ശുഭവാർത്ത, സന്തോഷകരമായ വാർത്ത, ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കടന്നു വരാം എന്നത് വാസ്തവം തന്നെയാണ്. പോസിറ്റീവായ ചില മാറ്റങ്ങളോ ഗുണാനുഭവങ്ങളോ ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാം എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അത്രമേൽ പ്രയാസപ്പെട്ട് നേടിയെടുത്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ രക്ഷപ്പെടാനുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആ യാഥാർത്ഥ്യം നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തലുകളായി വരേണ്ടത് അനിവാര്യമാണ് എന്നത് വാസ്തവമാണ്. ഈ സമയം തീർച്ചയായും പല കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏത് കാര്യത്തെക്കുറിച്ചാണോ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അത്തരം കാര്യങ്ങൾ നടന്നു കിട്ടണം എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയോട് പ്രാർത്ഥിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ ചില വഴികൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് ധനം ആവശ്യമുള്ള ഒരു സാഹചര്യമാണ് എങ്കിൽ പണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ചില വഴികൾ അല്ലെങ്കിൽ അപ്രതീക്ഷ സഹായമായി നിങ്ങളിലേക്ക് പണം കടന്നു വരാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ചില അനുകൂല സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം കൊണ്ട് തീർച്ചയായും ഒരു മാറ്റം സംഭവിക്കാവുന്ന സമയമാണ്. ഈ സമയം പല കാര്യങ്ങളിലും ഒരു വെളിപാട് നിങ്ങൾക്കുണ്ടാകുന്ന സമയമാണ്. ചില തോന്നലുകൾ നിങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പങ്കെടുക്കുവാനും കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനും സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ഉറപ്പായും ചില കാര്യങ്ങൾ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. തർക്കങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ തീർച്ചയായും എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ സൂക്ഷിച്ച് നിങ്ങൾ
കൃത്യതയോടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. അത് തീർച്ചയായും നിങ്ങൾക്ക് മുന്നോട്ട് പോകും തോറും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ കൂടുതൽ വിശ്വസിച്ച് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. തീർച്ചയായും ഒരു മാറ്റം നിങ്ങളിൽ പ്രകടമാകും. രണ്ടാമത്തെ പക്ഷിയായ മൂങ്ങയെ തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ തീർച്ചയായും വളരെയധികം പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, കഷ്ടപ്പാട് എന്ന് പറയാം, അത് അനുഭവിക്കുന്ന ചില മേഖലകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിൽ ആദ്യത്തേത് ധനം, പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാൽ നിങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് ശാരീരികമായ അല്ലെങ്കിൽ മാനസികമായ ചില വിഷമതകൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് അസ്വസ്ഥതകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഭൂരിഭാഗം വ്യക്തികൾക്കും ഇത്തരമൊരു പ്രയാസമുണ്ട് എന്നത് വാസ്തവമാണ്. കഷ്ടകാല സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പലരും സഹായിക്കുന്നില്ല. എന്നാൽ നേരെ തിരിച്ചാണ് പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുക. അതായത് മറ്റുള്ളവർക്ക് വളരെയധികം ഉപകാരങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അവർ ശാരീരികമായും മാനസികവുമായി സപ്പോർട്ട്, പിന്തുണ പല കാര്യങ്ങളിലും പല വ്യക്തികളും തളർന്നിരിക്കുമ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ളവരാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ പലരും നിങ്ങളെ നോക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേൾക്കാത്തതായ സാഹചര്യമുണ്ട്. കണ്ടില്ല എന്ന് നടിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. പലപ്പോഴും പലരും നിങ്ങൾക്ക് അർഹമായതും നിങ്ങളിലേക്ക് കടന്നു വരേണ്ടതുമായ പരിഗണന പോലും നൽകുന്നില്ല എന്നത് വാസ്തവമാണ്. നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾക്ക് പോലും നിങ്ങൾ വിഷമിക്കുന്നതായ സാഹചര്യമുണ്ട്. പ്രതിസ്ഥാനത്ത് നിങ്ങൾ നിൽക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ അർഹതപ്പെട്ടതായ കാര്യങ്ങളല്ല. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകളാലോ മറ്റു പ്രശ്നങ്ങളാലോ നിങ്ങൾ പല വിഷമതകളും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സമയം പലവിധ അബദ്ധങ്ങൾ ജീവിതത്തിൽ പിടയുന്നുണ്ട്. പല രീതിയിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ ദുരവസ്ഥ പലപ്പോഴും പലരും കണ്ടില്ല എന്ന് നടിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾ ചിന്തിക്കാതെ തീരുമാനങ്ങൾ എടുക്കുകയും ചില വ്യക്തികളുടെ വാക്കുകൾ വിശ്വസിച്ചതും അബദ്ധമായി പോയി എന്ന് ചിന്തിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല രീതിയിലും വിപരീതമായ ഫലങ്ങൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുഭവിക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ചില മാറ്റങ്ങൾക്കുള്ള സമയമാണ്. പോസിറ്റീവായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ജീവിത യാത്രകളിൽ അത് നിങ്ങൾക്ക് പ്രകടമാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. നിങ്ങളുടെ യാത്രകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന സാഹചര്യമുണ്ട്. ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ഗുണകരമായി തീരുന്ന സാഹചര്യമുണ്ട്. ഈ സമയം ചില കാര്യങ്ങളിൽ അപരിചിതരിൽ നിന്ന് പോലും ചില സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം നിങ്ങളുടെ ചില പ്രാരാബ്ധങ്ങൾ അത് നിങ്ങൾക്ക് വളരെയധികം വിഷമകരമായി തുടരുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും ശരിയായ സമയത്ത് നിവർത്തിച്ചു കൊടുക്കുവാൻ സാധിക്കാത്തതും വിഷമങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട്. എന്നാൽ ഈ സമയം ചില ആത്മാർത്ഥമായ വ്യക്തികളിൽ നിന്നും ചില സഹായങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. മാനസികവും ശാരീരികവുമായ ചില വിഷമതകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാവുന്നതാണ്. വരുന്ന ദിവസങ്ങളിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായും പല കാര്യങ്ങളിലും
യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പലപ്പോഴും പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദേഷ്യം ഈ സമയം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ദോഷകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതായ സാഹചര്യമോ ജീവിതത്തിലുണ്ട്. എന്നാൽ തീർച്ചയായും ഇത്തരം ചില വിഷമതകൾക്ക് ഒരു പരിധി സംഭവിക്കുന്നതായ സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് ചില അനുകൂല സാഹചര്യങ്ങൾ കടന്നു വരുന്നു എന്നതുപോലെ തന്നെ ചില അവസരങ്ങൾ, നിങ്ങൾക്ക് മുൻപ് ലഭിക്കാത്തതായ ചില അവസരങ്ങൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ചില ജീവിതാവസ്ഥകളിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഓരോ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യത്യസ്തമായി വന്നുകൊണ്ടേ ഇരിക്കാവുന്നതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സങ്കടങ്ങളോ വിഷമതകളോ കേൾക്കുവാൻ ചില വ്യക്തികൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകാം. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഉത്സാഹം നിങ്ങൾക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം നിശ്ചയമായും ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആരാണ് നിങ്ങൾക്കൊപ്പം ഉണ്ടാവുക, ആരാണ് നിങ്ങൾക്കൊപ്പം നിലനിൽക്കുക, അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം യഥാർത്ഥ സുഹൃത്തുക്കൾ, അവരെ കൊണ്ട് അല്ലെങ്കിൽ ചില വ്യക്തികളെ കൊണ്ട് ഗുണകരമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ മുറുകെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളും ഈ സമയം നിങ്ങളിലേക്ക് അനുകൂലമായി കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു കൃത്യത പുലർത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. കൃത്യതയോടെ മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി തീരുകയും എന്നാൽ ചില കാര്യങ്ങൾ തർക്കങ്ങൾ ഉടലെടുക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ഇത്തരം തർക്കങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. അത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം മനസ്സിൽ അല്ലെങ്കിൽ ദൈവാധീനം കൊണ്ട് മനസ്സിൽ ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തോന്നുകയും അത് നിങ്ങൾക്ക് ഗുണകരമായി തീരുകയും ചെയ്യാവുന്നതാണ്. ഈ സമയം നിങ്ങളുടെ മനസ്സിലുള്ള ആ പോസിറ്റീവായ ഊർജം, കടന്നു വന്നിരിക്കുന്ന ഊർജം നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ പൂർണ്ണമായും വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന, ഈശ്വരാധീനം പ്രകടമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. വരും ദിവസങ്ങളിൽ തന്നെ ചില മാറ്റങ്ങൾ നിങ്ങളിൽ പ്രകടമാകും.